എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 33 മുതലുള്ള പദ്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. 32ാം പദ്യത്തിൽ ഗുരുദേവൻ പറഞ്ഞത്, നമ്മളിന്ന് അറിയുന്നതൊന്നും ധർമ്മിയെ അല്ല, പിന്നെയോ ധർമ്മത്തെയാണ്. ധർമ്മിയെ അറിയാതെ ധർമ്മത്തെ അറിഞ്ഞാൽ ഒരിക്കലും നിലനിൽപ്പിന്റെ രഹസ്യം പിടികിട്ടില്ല. ധർമ്മിയെ അറിഞ്ഞു കഴിഞ്ഞാലോ ധർമ്മി മാത്രമേ ഉള്ളൂ, പിന്നെ ധർമ്മമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, സ്വർണത്തെ അറിയാതെ ആഭരണ നാമരൂപങ്ങളെ അറിഞ്ഞതുകൊണ്ട് ആഭരണങ്ങളുടെ രഹസ്യം വെളിപ്പെടില്ല. നമ്മളറിയുന്നത് വസ്തുഭേദമില്ലാത്ത നാമരൂപങ്ങളെയാണ്. നേരെ മറിച്ച് സ്വർണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നാമരൂപങ്ങളില്ല. സ്വർണത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയുള്ളൂ. മരുഭൂമിയെ അറിയാതെ മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലത്തെ അറിഞ്ഞാൽ സത്യം നമുക്ക് പിടിയിട്ടില്ല. നേരെ മറിച്ച് മരുഭൂമിയെ അറിഞ്ഞു കഴിഞ്ഞാൽ കാനൽ ജലം ഉണ്ടെന്ന് തോന്നുമ്പോഴും അതില്ല. ഇതാണ് ഈ ജഗത്തിന്റെയും സ്ഥിതി. അപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, പിന്നെ ഈ പ്രപഞ്ചമെന്ന ഭ്രമം എന്തിനുണ്ടായി? ഇത് ഭ്രമം ഉണ്ടെന്ന് തോന്നുന്ന ആളിന്റെ ചോദ്യമാണ്. പരമസത്യം കണ്ടു കഴിഞ്ഞയാള് ഈ ചോദ്യം ചോദിക്കില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല. ഇരുട്ട് മാറിക്കഴിഞ്ഞ ഒരാൾ ഇരുട്ടെന്തിന് എന്ന ചോദ്യം ചോദിക്കില്ല. നേരെ മറിച്ച് ഇരുട്ടിനുള്ളിൽ നിൽക്കുന്ന ആളാണ് ഇരുട്ടെന്തിന് എന്ന ചോദ്യം ചോദിക്കുന്നത്. ഇരുട്ടെന്തിന് എന്ന് ചോദിച്ചാൽ പ്രകാശം കണ്ടെത്താൻ എന്നുത്തരം പറയാം. വാസ്തവത്തിൽ പ്രകാശം കണ്ടെത്താനാണോ? ചില ഇരുട്ടിൽ നിൽക്കുമ്പോൾ പ്രകാശമില്ലാത്തതുകൊണ്ട് പരിഭ്രമിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നിടത്തോളം എങ്ങനെയെങ്കിലും പ്രകാശം കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇരുട്ടിൽ എന്തിനു നിൽക്കുന്നു? പ്രകാശം കിട്ടാൻ നിൽക്കുന്നു. ഇരുട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ഇതുപോലാണ് ജഗത്തിൽ നിന്നുകൊണ്ട് ജഗത്തിലെ ഓരോ ദൃശ്യവും ഉണ്ടെന്ന് കരുതുന്ന ആളിന് എന്തിനാണിത്? ഈ ഭ്രമം എന്തിന്? 33ാം പദ്യത്തിൽ ഗുരുദേവൻ അതിനുത്തരം പറയുകയാണ്. അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധര മുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാതസമം തിരിഞ്ഞിടുന്നു. എന്തിനാണ് ഈ ഭൂമി? 32ാം പദ്യത്തിൽ പറഞ്ഞു, ഭൂമി ഒന്നുമില്ല, ധര മുതലായവ ഒന്നുമില്ല, താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. പിന്നെ എന്തിനാണ് ഈ ഭൂമി ഉണ്ടെന്ന് തോന്നുന്നത്? ഭൂമി ഒക്കെ ഉണ്ടെന്ന് ഭ്രമിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്. അല്ല, സത്യം കണ്ട ആളല്ല. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് എന്തിന്? ഈ ചോദ്യമാണ്. അപ്പൊ നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തിന്? അല്പം ചില ഉത്തരമൊക്കെ പറയാം. നല്ല ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ. അതൊക്കെ ശരി, അതൊക്കെ നമ്മുടെ ചില താൽക്കാലികമായ ചില ആഗ്രഹങ്ങൾ, അത്രയേ ഉള്ളൂ. ഭൂമി എന്തിന്? അത് നമുക്ക് ജീവിക്കാൻ. ഈ ഭൂമി ഉണ്ടെന്ന് തോന്നി എത്രയോ കാലം കഴിഞ്ഞല്ലേ നമ്മൾ ഉണ്ടെന്ന് തോന്നിയത്. ആധുനിക ശാസ്ത്രജ്ഞൻ തന്നെ പറയുന്നു, ഭൂമി ഉണ്ടെന്ന് തോന്നി എത്രയോ ലക്ഷം വർഷം കഴിഞ്ഞാണ് അതിൽ ജീവനും മറ്റും ഉണ്ടായത്. അപ്പോൾ എത്രയോ ലക്ഷം കഴിഞ്ഞ് ഉണ്ടായ നമുക്ക് വേണ്ടിയാണോ അതിനു മുൻപേ ഭൂമി ഉണ്ടായത്? അല്ല, ഈ ചോദ്യമൊക്കെ നമുക്കൊന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. വെറുതെ
ചോദിച്ചു നോക്കാം. വെറുതെ ശാസ്ത്രമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചുറ്റിക്കറങ്ങിയാൽ പോരല്ലോ. പത്രത്തിലുണ്ട്, ഇപ്പോൾ ഒരു പുതിയ തമോഗർത്തം കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൽ ഒരു നക്ഷത്രം ഉണ്ടായി, അതിൽ പൊലിഞ്ഞു, നക്ഷത്രം പൊലിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഉണ്ടായ നക്ഷത്രത്തിന്റെ വെളിച്ചം എത്രയോ കോടി വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ എങ്ങനെ, എന്തിന്? അവിടെ ആ തമോഗർത്തത്തിൽ നക്ഷത്രം ഉണ്ടായി, അത് പൊലിഞ്ഞു. പക്ഷെ അതിന്റെ വെളിച്ചം കോടി വർഷങ്ങൾക്കും ശേഷം ഇപ്പൊ ഭൂമിയിലെത്തിയിരിക്കുന്നു. അതൊരു എന്താ ഇത്? ഇതെന്തിനായത്? തമോഗർത്തം എന്താണ്? നമ്മൾ ഇവിടെ ഗീതയിലും ഒക്കെ പറയുന്നുണ്ട്, ആദ്യം അവ്യക്തം, ഒരു ഇരുണ്ട മറ, അതിൽ നിന്നാണ് മറ്റൊക്കെ ഉണ്ടാകുന്നതായി തോന്നുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. എന്നാലും ഭൂമിയും മറ്റും ഉണ്ടെന്ന് തോന്നുന്നയാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ഭൂമി? തമോഗർത്തം കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞന് ഒന്നും കിട്ടിയില്ല. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനീ തമോഗർത്തം? അതിലെന്തിനീ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, പൊലിയുന്നു? വല്ല ഉത്തരവുണ്ടോ? നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത് പോലെ സൂര്യൻ എന്തിനാണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? നേരം വെളുത്താൽ ഇങ്ങനെ ചുറ്റുന്നു. എന്തിനാണ് സൂര്യൻ ചുറ്റുന്നത്? അത് നമുക്ക് വെളിച്ചം തരാൻ. അങ്ങേയറ്റത്ത് വിഡ്ഢിത്തം നിറഞ്ഞ ഉത്തരവാണ്. സൂര്യനുണ്ടായി എത്രയോ കോടി വർഷം കഴിഞ്ഞാണ് പിന്നെ നമ്മളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വെളിച്ചം തരാനാണോ സൂര്യനുണ്ടായത്? അല്ല, ഏതെങ്കിലും ശാസ്ത്രജ്ഞന് സൂര്യൻ എന്തിനിങ്ങനെ ഉണ്ടെന്ന് തോന്നി ചുറ്റിക്കറങ്ങുന്നു? ചോദ്യമാണ്. ഉത്തരം പറയാനൊക്കെ ഗുരുദേവൻ പറയുന്നു, അത് ഈ ചോദ്യം ചോദിക്കൂ. ഈ ചോദ്യം മാത്രം ചോദിച്ചാൽ പോരാ. ഇത് ഏതിൽ ഉണ്ടെന്ന് തോന്നുന്നു? ഇതിന്റെ സത്യസ്ഥിതി എന്ത്? ആ ചോദ്യം കൂടെ ചോദിക്കൂ. കുതോ ജഗതിതം, ഞാനാര്? ഈ ജഗത്ത് എവിടെ നിന്ന്? ഉണ്ടായതുപോലെ തോന്നുന്നു, പക്ഷെ എവിടെ നിന്ന്? സൂര്യൻ എന്തിനു ചുറ്റിക്കറങ്ങുന്നു? ശരിയായ എന്തെങ്കിലും ഉത്തരം, ശരിയെന്ന് തോന്നാവുന്ന ഒരുത്തരം പറയാനുണ്ടെങ്കിൽ ഉത്തരം ഇതാണ്, സത്യം എന്തെന്ന് വെളിപ്പെടാൻ. പക്ഷെ ഇത് കണ്ടപ്പോൾ പിടികിട്ടുന്നില്ല. ഇതിന്റെ പുറകെ അന്വേഷിക്കുകയാണ്. ഇത് ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇതിന്റെ പുറകെ അന്വേഷണം, സത്യം അന്വേഷണം. നമ്മുടെ ഋഷിമാരും ഒക്കെ അങ്ങനെയാണ് അന്വേഷിച്ചത്. അവരന്വേഷിച്ചു, ഗുരുദേവനും അന്വേഷിച്ചു, ഒടുവിൽ കണ്ടുപിടിച്ചു, സത്യം കണ്ടുപിടിച്ചു. അറിവ്, അതായത് ബോധമാണ് സത്യമെന്ന് വലിയ ശ്രമമൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കാം. കാരണം ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമുണ്ടോ നമ്മളുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട്. ബോധമില്ലെങ്കിലില്ല. പക്ഷെ അതുപോരാ, ബോധത്തിന്റെ നിജസ്ഥിതി നമുക്ക് കണ്ടെത്തണം. ബോധത്തിന്റെ നിജസ്ഥിതി എന്താ? നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ അഖണ്ഡ ബോധം, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം, നിശ്ചലമായ ബോധം, ആനന്ദഘനമായ ബോധം. ഇതാണ് ബോധത്തിന്റെ നിജസ്ഥിതി, അറിവിന്റെ നിജസ്ഥിതി. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അറിവ് ഭൂമി മുതലായ കാഴ്ചകളെ കാണിച്ച് ചുറ്റിത്തിരിയുന്നത്. അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി. നിജസ്ഥിതി തനിക്കറിയല്ല, മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നുന്ന മറ്റുള്ളവർക്ക് നിജസ്ഥിതി തന്റെ സ്വരൂപം വെളിപ്പെടുത്തി കൊടുക്കാനായി. അവരൊറ്റ ഉത്തരമേ പറയാനൊക്കൂ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലും സൂര്യനിലും പോയി സത്യം അന്വേഷിക്കുന്നു. അപ്പൊ എന്തിനാ ചന്ദ്രൻ? സത്യം അന്വേഷിക്കാൻ. ഈ ചന്ദ്രന്റെ രഹസ്യം എന്ത്? ഇതന്വേഷിക്കാനാണ് ചന്ദ്രനുണ്ടെന്ന് തോന്നുന്നത്, ഭൂമി ഉണ്ടെന്ന് തോന്നുന്നത്, നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്.
വാസ്തവത്തിൽ നമ്മുടെ ഋഷിമാർ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഞാനുണ്ട് എന്നെനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ എന്റെ നിജസ്ഥിതി എനിക്ക് നിശ്ചയമില്ലെങ്കിൽ എന്റെ നിജസ്ഥിതി എന്താണ് അന്വേഷിക്കൂ. അതാണല്ലോ ആത്മാന്വേഷണം. രമണ മഹർഷിയും മറ്റും പറയും പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഞാനിനെ വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ അതിന്റെ യഥാർത്ഥ രൂപം. അതിനുവേണ്ടിയാണ് സകല പ്രപഞ്ച ഘടകങ്ങളും. അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി. അറിവെന്ന് വെച്ചാൽ ബോധം, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ബോധം, ഞാനെന്ന് അനുഭവിക്കുന്ന ബോധം, ഈ ജഗത്തിന് ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധം. ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. ആ ബോധം അതിന്റെ യഥാർത്ഥ രൂപം പിടികിട്ടണം. അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധര മുതലായ വിഭൂതിയായി. ധര ഭൂമി, ഭൂമി മുതലായ വിഭൂതിയായി, ഭൂമി മുതലായ രൂപം സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ രൂപം സ്വീകരിച്ച് എന്നാണ്.